Papa, Puppy, Puppy, Puppy. Mama. ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ? ഇതാണ് നമ്മുടെ പൂപ്പി. പൂപ്പിനെ കണ്ട? പൂപ്പി നമ്മുടെ അടുത്ത് മുന്നേ ഒരു പൂപ്പി ഉണ്ടായിരുന്നു. പൂപ്പി അടക്കം ഒരു എന്താ പറയുക, ഒരു അസുഖം വന്നിട്ട് നമ്മൾ 6 ഡോഗ് ഒരുമിച്ച് മരിച്ചുപോയി. അതിൻ്റെ അകത്ത് പൂപ്പി ഉണ്ടായിരുന്നു, നമ്മളെ മിനിയേച്ചർ പിഞ്ചർ ഉണ്ടായിരുന്നു, മിൻപിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോഗ്, അതുപോലെ നമ്മുടെ പെപ്പെ എന്ന് പറഞ്ഞിട്ടൊരു ഡോഗ് ഉണ്ടായിരുന്നു. എന്താ പറയുക, അത് ഫ്രഞ്ച് ബുൾഡോഗ്. പിന്നെ അങ്ങനെ ഫ്രഞ്ച് മാസ്റ്റിഫ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രഞ്ച് ബുൾഡോഗ് ഉണ്ടായിരുന്നു. പിന്നെ ഹസ്കി ഉണ്ടായിരുന്നു, നമ്മുടെ ടേബോ. അതൊക്കെ അവർ പിന്നെ പാർവോ അസുഖം വന്നിട്ട് മരിച്ചു പോയതാണ്. നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 കമ്പനീൻ്റെ വാക്സിൻ എടുത്തത്. ഒരു കമ്പനീൻ്റെ വാക്സിൻ എടുത്ത് 6 ഡോഗും 5 ദിവസം കൊണ്ട് മരിച്ചു. അപ്പോൾ ഒന്നിക്കൽ വാക്സിൻ ഡേറ്റ് തെറ്റിയിട്ട് കിട്ടിയതാണോ അല്ല വേറെ എന്തെങ്കിലും പണി വന്നതാണോ എന്താണെന്ന് അറിയില്ല. വാക്സിൻ എഫക്റ്റ് ചെയ്യാത്ത വാക്സിനാണോ എന്ന് അറിയില്ല. രണ്ടാമത്തെ വാക്സിൻ എടുത്തത് 6 ഡോഗാണ്, അല്ല 5 ഡോഗ്. അവർക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ വാക്സിൻ്റെ പ്രശ്നം തന്നെ നമുക്ക് മനസ്സിലായിന്. പക്ഷേ നമ്മൾ വാക്സിൻ്റെ പേര് രണ്ടും നമ്മൾ പറയുന്നില്ല. അത് നമ്മൾ കംപ്ലയിൻ്റ് ചെയ്തപ്പോൾ അവരങ്ങനെ ഒരു ഇതായിട്ട് പറഞ്ഞു, അങ്ങനെ പേര് പറഞ്ഞിട്ട് എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അത് നമ്മൾ വിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂപ്പി. ചിവാവ എന്നിട്ടാ ബ്രീഡ്, ചിഹുവാവ എന്ന് പറയും അല്ലേ. നല്ല ക്യൂട്ടാണ്. നമ്മുടെ മുന്നേ ഉണ്ടായ പൂപ്പിയും ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷെ മുഖം ഇതിനേക്കാൾ കുറച്ചും കൂടി ക്യൂട്ട്നെസ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് അവന്. പിന്നെ ഇവന് കുറച്ച് പേടിയിലോട്ടത്തിലാണ്. മറ്റൊരു പേടിയല്ല, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. ഇവൻ ആക്റ്റീവൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി പേടി കൂടുതലാണ് ഇവന് അല്ലേ. ഇപ്പോൾ പേടികൾ പോയി. ഭയങ്കര രസമാണ്. പിന്നെ ഇവന് നമ്മൾ പാരൻസിനെല്ലാം നോക്കിയിട്ട് തന്നെ വാങ്ങിച്ചത്. നല്ല ക്വാളിറ്റിയുള്ള പാരൻസാണ് കേട്ടോ. നല്ല അത്യാവശ്യം എന്താ പറയുക, ചാമ്പ്യൻ ലൈനേജുള്ള പാരൻസിൻ്റെ കുട്ടിനെ തന്നെ വാങ്ങിച്ചത്. ഇവനെ നമ്മൾ എവിടെ നിന്ന് എടുത്തതെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ബുൾഡോഗിൻ്റെ ഒരു ഫേമസ് ബ്രീഡർ ഉണ്ട്, ശ്രീനാഥ് എന്ന് പറഞ്ഞിട്ട്. അവരാണ് നമ്മൾ ഇവനെ പിന്നെ എന്താ പറയുക എടുത്തു തന്നു കേട്ടോ. മൂപ്പര് ഇതിൻ്റെ പരിപാടിയല്ല, പക്ഷെ നമ്മളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ മൂപ്പര് നോക്കി അന്വേഷിച്ച് പിടിച്ചിട്ട് സെറ്റാക്കി തന്നതാണേ. അല്ലടാ മുത്തേ. അപ്പോൾ നമ്മൾ പൂപ്പിന്ന് തന്നെ പേരിട്ട്. നമുക്കൊന്ന് വിട്ടോക്കെ, നല്ല രസം കൂടുന്നത്. നമ്മൾ ആനൻ്റെ അടിക്കൊണ്ട് ഭയങ്കര രസം. ഇവരെ ഓട്ടം കാണാൻ നീ കുറച്ചും കൂടി താഴ്ന്ന് വീഡിയോ എടുത്തോ. ഭയങ്കര രസമാണ്. ഭയങ്കര ഇങ്ങനെ നമ്മളെ മറ്റേ ചീറ്റയിൽ എടുത്ത് വെക്കുന്നവരോ അത്രയും ലോങ് ഡിസ്റ്റൻസിലാണ് കാലെടുത്ത് വെക്കാം. പരുന്തെടുത്തോണ്ട് പോകുന്നറിയില്ല. വാ പൂപ്പി, പൂപ്പി, പൂപ്പി. ട്രീറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ട്രീറ്റ് വേണോ? Good boy. Good boy. എത്ര ചെറുത് നോക്കിയ. ഇങ്ങനെ നടക്കാൻ പഠിപ്പിക്കണം അല്ലേ. അങ്ങനെ നടക്കാൻ പഠിപ്പിച്ചല്ലേ. രസമുണ്ടല്ലേ. വാ ഇവിടെ കയറി വാ വാ കുപ്പി. വാ കുപ്പി വാ വാ. വാ ഓടല്ല. നല്ല ഇരുത്താമേ. എന്തെങ്കിലും ഇത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം സ്റ്റോപ്പ്, ഒറ്റ സിറ്റാണ്. ഗുഡ് ബൈ.
ഗുഡ്. ട്രീറ്റ് അധികം കൊടുത്തിട്ട് പിന്നെ വയറുവേദന വരുമെന്ന് അറിയില്ല. വാ പൂപ്പി. ഗുഡ്. സിറ്റ്. ഗുഡ് ബോയ്. ഗുഡ് ബോയ്. വാ. ഗുഡ് ബോയ്. വാ. വാടാ. ഇവന് ഈ കുഞ്ഞാൻ നോക്കണ്ടേട്ടാ, കുറച്ച് അവൻ്റെ അഗ്രഷനുള്ള കൂട്ടത്തിലാണ്. ഇവനൊന്നുമില്ല, ഇവനൊരു പാവ, നമ്മളെ മോനൊരു പാവ അല്ലേ? ഇല്ലടാ ഇല്ലടാ. നമുക്ക് കുറേ നാളായി നമ്മൾ ടോർക്കിനെ കാണിച്ചിട്ട്, നമ്മൾ കൊണ്ടുവന്ന ഉടനെ കാണിച്ചല്ലാതെ പിന്നെ നമ്മൾ ടോർക്കിനെ കാണിച്ചിട്ടില്ല. ടോർക്കിനെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറക്കി കാണിച്ചു തരാം. നിങ്ങൾ കൂട്ടിലാക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ പൂപ്പിനെ കൂട്ടിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് മീനിനെ കാണിച്ചു കൊടുത്തല്ല. ഭയങ്കര അത്ഭുതമായിട്ടുണ്ടല്ലേ? പേടിച്ചാ? കൂട്ടാക്കാം. അതിനിടയ്ക്ക് ഒരാൾ വന്ന് നോക്കുന്നുണ്ടാ? ഇതൊന്നും നമ്മൾ അന്ന് വീഡിയോയിൽ കാണിച്ചല്ലേ, കുറച്ച് വലുതായല്ലേ, കുറച്ച് കാണിച്ചല്ലേ. നമുക്കൊരു ട്രീറ്റ് കൊടുക്കാലോ. ഇതൊരു പുതിയ ട്രീറ്റാണ്, കഴിക്കുമോയെന്ന് അറിയില്ല, കൊടുത്തു നോക്കാം. പാടത്തെ കയ്യിലടിക്കാൻ വേണ്ടിട്ട് അത്യാവശ്യം ആള് കുട്ടപ്പനാന്നിട്ടാ. പുള്ളിയില്ലേ നല്ലോണം മീറ്റൊക്കെ നന്നായിട്ട് കഴിക്കുക. അതിൻ്റെ ഒരു സൈസും വെയിറ്റും ഒക്കെ എനിക്ക് കാണാൻ മാത്രം ഉണ്ട്. ഓക്കെ, ഏതാ രസമല്ലേ? ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ രസം കിട്ടുന്നുണ്ടാവും സാറേ. ബ്രിട്ടീഷ് ഷോർട്ട് ഹെയർ ആണ് ഇത്. രോമത്തിൻ്റെ പ്രശ്നം അങ്ങനെ ഉണ്ടാവില്ല അല്ല, പൊളിച്ചതും കാര്യങ്ങളൊന്നും. നല്ല രസമാണ്, നല്ല അടിപൊളി സ്കിന്നാണ് കണ്ടത് അല്ലേടാ? അല്ലേടാ മുത്തേ? പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രീഡാണെന്ന് നമുക്കറിയാം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പൂച്ചനെ നോക്കുന്ന ഇവരെ നിന്ന് കൂടുതൽ നോക്കാം. പിന്നെ നമ്മുടെ സ്പിൻസ് കാറ്റിനെ ഞാൻ ഇപ്പോൾ കാണിച്ചത്, കുറച്ചായില്ല കാണിച്ചിട്ട്. എല്ലാവർക്കും മസാജിങ് തന്നെ ഇപ്പോൾ ഇഷ്ടം അല്ലേ? ഓ പറയണ്ട, അടിപൊളി. അപ്പോൾ ട്രീറ്റ് ഒന്ന് കൊടുത്തു നോക്കാൻ, കഴിക്കാൻ നോക്കാനാ. കഴിച്ച് അതൊന്ന് കഴിച്ചൊന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ളൊരു താല്പര്യം വരും. എനിക്ക് വേണോ? ഓക്കെ. അയ്യോ ഗുണം. നമ്മുടെ ഭീകരൻ വന്നിട്ടുണ്ട്, ഭീകരൻ വേണോ? ഗുഡ് ബോയ്, നല്ല മോനാണ്. ഒരിക്കലും ഈ ട്രീറ്റ് ആദ്യമായിട്ട് കൊടുക്കുന്നതല്ലേ. പൂച്ചയ്ക്ക് ഇങ്ങനത്തെ ട്രീറ്റ് വലിയ ഇഷ്ടം കുറവാണ് കാണല്ലേ, പക്ഷെ ഇത് ഭയങ്കര സംഭവം എന്നല്ല മറ്റേ ഇത് വാങ്ങിച്ചത്. കഴിക്കുന്നുണ്ടല്ലേ? പുതിയ സംഭവം വാങ്ങിച്ചത് നമ്മൾ. ഞാനൊരു ഷോപ്പ് ഇനോഗ്രേഷന് പോയി, അവിടെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. തൃശ്ശൂർ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനാ ഉദ്ഘാടകൻ. ഓക്കെ, ഇത് നമ്മളെ കോപ്പറാണ് കേട്ടോ. കോപ്പറിന് മനസ്സിലായിട്ടേ, നമ്മൾ അയണാന്ന് വിചാരിച്ചിട്ടുണ്ടോ കുറേ ആൾക്കാരൊക്കെ. കോപ്പറാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം ഹെവിയാണ്. നല്ല പാറ്റേണും കാര്യങ്ങളും അടിപൊളിയാണ്. ഞാൻ കുറച്ച് ആൾക്കാരെ നോക്കിയിട്ട് നിൽക്കട്ടെ, എല്ലാവരും നിൽക്കൂല, കുറച്ച് കടിയനാണ് ആള്. മറ്റേ എന്താ പറയാ, ടെററാണ്. എടുക്കല്ലേ? എടുക്കല്ലേ? ഇതേറെ തരാം. ഇങ്ങനെ എല്ലാം കളയല്ലേ.
നല്ല കളർ നല്ല രസമില്ല ഇതിൻ്റെ, പ്രത്യേക ഒരു കളറാണ്. കഴിച്ചോട്ടാ, ഇഷ്ടംപോലെ കഴിച്ചോ. വാ, അടുത്ത നമ്മളാൾ കാത്തിക്കുന്നുണ്ട്. ഞാൻ അവിടെ കയറി, അവിടെ കയറി അങ്ങോട്ട് വിളിക്കുമ്പോൾ വരുവേ. കലി കലി ഗുഡ് ബോയ്. ഇവര് പിന്നെ എന്തായാലും കുഴപ്പമില്ല കേട്ടാ. നമ്മൾ കല്ല് ഇതുപോലെ കല്ല് കൊടുത്തവരെ അത് തിന്നു. അത്രയും എന്താ പറയാ, ഫുഡിനോട് ആർത്തിയുള്ള ഒരാളാണ്. കഴിച്ചോ, അങ്ങനെ കുറേ സമയം അതിൻ്റെ അടുത്ത് പോകില്ല. നമുക്ക് ടൈമില്ല, എല്ലാം കാണിക്കണ്ടേ. അപ്പോൾ കുതിരനെ കാണിക്കാൻ തന്നല്ലേ. നീ കൂടി കഴിച്ചോ വസ്തു. അപ്പം എല്ലാവരും കഴിക്കട്ടെ. വേണോ? എനിക്ക് കഴിച്ചോ, എല്ലാവരും നിന്ന് പഠിക്കട്ടെ. ഓക്കെ. അയ്യോടാ, എനിക്ക് പോണോ? ഏഞ്ചൽ ബേബി, ഏഞ്ചൽ വിളിക്കുമ്പോൾ വരുന്നതാണ് രസം. പക്ഷെ നമ്മളൊരു സൗണ്ടിന്റെ കേട്ടി ഇവന് അടുത്തന്നെ വന്നു നിന്നു. കഴിച്ചോട്ടാ. ആ കുഴപ്പമില്ല കേട്ടാ, കഴിക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടം. ഒരു 2 പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ വരുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് കുതിരനൊന്ന് ഇറക്കിട്ട് വരാം. കുതിര കാണാം. അപ്പോൾ കുതിരകളെ കാണുന്നതിന് മുന്നേ നമുക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ വന്ന കാഴ്ച നമുക്കൊന്ന് കാണാം. അവരുണ്ട്, അവർ ഇങ്ങനെ എല്ലാവരും ഫിഷിനെ ഫീഡ് ചെയ്യുന്നതാണ് കാണുന്നത് കേട്ടോ. അവരുടെ മുഖത്ത് സന്തോഷം നോക്കി. അതേപോലെ തന്നെ അവരെത്ര നന്നായിട്ടാണ് അവരെ കൂടെ വന്ന് ടേക്ക് കെയർ ചെയ്യുന്നവർ നോക്കി എല്ലാ കാര്യത്തിനും അവരുടെ സന്തോഷം പരമാവധി പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനും അവരുടെ കൂടെ തന്നെ നിന്ന് അവരുടെ മാക്സിമം സന്തോഷം കിട്ടുന്ന രീതിയിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ. എന്താ ഒരു സന്തോഷമല്ലേ, നമുക്കും സന്തോഷം വരുന്നില്ലേ. അപ്പോൾ ഇത്തരം ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെയുള്ള സംഘടനകളോ അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഓർഫനേജ്, അതുപോലെ ഓൾഡ് ഏജ് ഹോം അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, പെറ്റ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ. അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ വീക്കെൻഡിൽ വരാതിരിക്കുക. എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ദിവസങ്ങളിലാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇവരുടെ കൂടെ മിങ്കിൾ ചെയ്ത് നമ്മുടെ സ്റ്റാഫിനൊക്കെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. ഞായറാഴ്ചയും അതുപോലെ വേറെ എന്തെങ്കിലും ഹോളിഡേയ്സിലാവുമ്പോൾ തിരക്കാകുമ്പോൾ അവരൊന്നും മര്യാദയ്ക്ക് ഇവരെ എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് വരാം. അപ്പോൾ നല്ല രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവൃത്തി ദിവസത്തെ മൺഡേ ടു ഫ്രൈഡേ വരുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ആൾക്കാർ ഇതുപോലെ സംഘടനകളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പെറ്റ് സ്റ്റേഷനിലേക്ക് അയച്ചോ. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ നല്ല അവരുടെ സന്തോഷത്തിൽ നമുക്കും കൂടി പങ്കുചേരാം. ഇതിലൊന്നും തന്നെയല്ലേ നമുക്കൊരു ആശ്വാസം. ഓക്കെ, അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ ടോർക്കിനൊന്ന് പുറത്തേക്ക് ഇറക്കാം. കളിക്കല്ല 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 കളിക്കല്ല. നോക്കട്ടെ, നമ്മളെ ഗ്രൂം ചെയ്ത് നല്ല സെറ്റാക്കി നമ്മൾ ചെയ്ത ആൾ തന്നെ. ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നാട്ടാ. നമ്മുടെ സൈസിന് ഇത്ര വലിയ കുതിര വേണം കേട്ടാ. അത്യാവശ്യം നടക്കും. എന്ത് പൊളിയല്ലേ? ഇനി എന്തെങ്കിലും വെച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ കടിക്കുന്നൊരു ഹാബിറ്റ് ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രശ്നം, കടിക്കണം. നമ്മൾ കുതിര വരുമ്പോൾ നമ്മൾ ഈ മുട്ടോട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യട്ടാ. ജസ്റ്റ് നടക്കാനാവാ. Talk baby, talk baby.
അത്യാവശ്യം സൈസ് ഉണ്ടല്ലേ നമ്മുടെ ടോർക്ക്. ഇതിന്റെ മേലെ കണ്ട ഇപ്പൊ ചെറിയ ചെറിയ ഇത് ഡോട്ട്സ് കണ്ട, അതിപ്പോ നല്ല രോമം വന്നിട്ട് അതിങ്ങനെ മറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നല്ല ശരിക്കും ഗ്രൂം ചെയ്തുകൊണ്ടാണ് അത് കാണുന്നത്. അതുപോലെ നല്ല കുളിപ്പിച്ചെല്ലാം കൊണ്ട് അത് ശരിക്കും പുറത്തേക്ക് മനസ്സിലാകുന്നുണ്ട്. ചെറിയ ഡോട്ട്സ് ഉണ്ടാ. അത് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഫുള്ള് രോമം വന്നു കഴിഞ്ഞാൽ നല്ല പ്യൂർ വൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. വളരെ അത്യാവശ്യം രസമായി വന്നേ. കുളിച്ചോണ്ടാ ഇങ്ങനെ ശരിക്കും പാറിപ്പറന്ന് കളിക്കാതെ അടിക്കല്ല. ഇങ്ങനെ ഈ ലീശ അടിക്കുന്ന സ്വഭാവമുണ്ട്. എല്ലാത്തിനും ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവല്ലോ. അങ്ങനെ ഇവനിക്കുള്ളൊരു പ്രശ്നമാണ് ഈ ലീശ അടിക്കുന്നത്. ഓക്കെ, പൊളിയല്ലേ? പോവാ ടേബിളിലേക്ക് പോവാ. അപ്പോൾ നമ്മുടെ ടോർക്കിന് അവിടെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കുറച്ച് സമയം നമ്മൾ കെട്ടി വെക്കും. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുളിപ്പിച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നനവും കാര്യങ്ങളുടെ മണ്ണിൽ കിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വൃത്തികേടാവും. അതേപോലെ നമ്മുടെ ബോണിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേബിളും കാര്യങ്ങളെല്ലാം നീറ്റാക്കി വെച്ചിട്ടുണ്ട്. കുളിച്ചിട്ട് ആളിപ്പോൾ സെറ്റായിട്ട് വരും. അതേപോലെ നമ്മുടെ ഓരോരാളെ പണിയെടുക്കുന്നുണ്ടോ. നമ്മുടെ മുസമ്മിലിൻ്റെതായിട്ടുള്ള ഏരിയ മൊത്തം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, മുസമ്മില നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ ഉണ്ടാവും കേട്ടോ. അതേപോലെ ഇതുണ്ട് ഓരോ സാധനവും ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മളെല്ലാം ക്ലീൻ ചെയ്യും കേട്ടോ, വൃത്തിയാക്കും. അപ്പോൾ മൊത്തത്തിൽ തുടച്ചിട്ട് ആക്കിയിട്ട് ഇപ്പോൾ ഗ്ലാസ് തുടക്കുന്ന കാഴ്ച കാണുന്നത്. അക്വേറിയത്തിൻ്റെ ഗ്ലാസ് ഇതൊക്കെ ഡെയിലി തുടക്കും. ജസ്റ്റ് കാണിച്ചു തരുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് തുടച്ച് ആ ബോർഡ് കാര്യങ്ങളെല്ലാം തുടച്ച് ഈ പുറത്തെല്ലാം ലേറ്റ് അതിന് മേലൊരാളാണ് ഇതാ നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് ഉണ്ടാകുന്നതാണ് നമ്മുടെ അഗസ്റ്റിൻ ചേട്ടൻ ബോർഡൊക്കെ തുടച്ച് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഒന്നാമത് ബീച്ചും കാര്യങ്ങളല്ലോ പെട്ടെന്ന് ഡസ്റ്റ് പിടിച്ച് ആകെ വൃത്തിയാടും. അതുപോലെ നമ്മൾ ഈ ലൈറ്റ് വരും കംപ്ലീറ്റ് ഡെയിലി തുടച്ച് വൃത്തിയാക്കും. അല്ലെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് ഒരു യെല്ലോ കളർ അടിച്ച് ആകെ ഒരു വൃത്തികേടായിട്ട് തോന്നും. ചെറിയ ചെറിയ സംഭവങ്ങൾ വൃത്തികേടായിട്ട് തോന്നുമ്പോൾ നമുക്ക് മൊത്തം വൃത്തികേടായിട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും വൃത്തിയിലും വെടുപ്പിലും കൊണ്ട് നടക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്നത്ര നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ. കാക്ക വന്ന് ഇറങ്ങി നടക്കുന്നുണ്ടോ വീഡിയോ എടുക്കുന്നത്?